ഹരി ഓം. 91-ാമത്തെ സ്തുതി സത്സംഗമഹിമ. ഇത് ഭാഗവതത്തിൽ 11-ാം സ്കന്ധം 12-ാമത്തെ അധ്യായം 1 മുതൽ 15 വരെ ശ്ലോകങ്ങൾ. ഭഗവാൻ ഉദ്ധവർക്ക് സത്സംഗമഹിമ പറഞ്ഞു കൊടുക്കുന്നു. ഒരു ജീവൻ ജന്മാന്തരങ്ങളായി സമ്പാദിച്ച പല വാസനകൾക്ക് വഴങ്ങി മരണങ്ങൾ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ജീവാത്മാവിന് കർത്തൃത്വവുമില്ല, ഭോക്തൃത്വവുമില്ല. ഭ്രമം മൂലം ഞാൻ കർത്താവും ഫലഭോക്താവുമാണ് എന്ന് കരുതുന്നതാണ് ബദ്ധാവസ്ഥ. ജീവാത്മാവായ താൻ കർത്താവല്ല, ഭോക്താവുമല്ല എന്ന തിരിച്ചറിവാണ് മുക്താവസ്ഥ. അപരോക്ഷമായി ഈ ജ്ഞാനം ഒരാൾക്ക് ലഭിച്ചാൽ അവൻ ജീവൻ മുക്തൻ എന്ന പേരിൽ അറിയപ്പെടും. ഈ അവസ്ഥയിലെത്താൻ നിരന്തരമായ ഭഗവത്സ്മൃതി, ആത്മവിചാരം, സത്സംഗം സാധുസംരക്ഷണീയമാണ്. കർമ്മം കൊണ്ട് ഭക്തിയോ ആത്മജ്ഞാനമോ ലഭിക്കുകയില്ല. എല്ലാ കർമ്മവും ഈശ്വരപ്രസാദാർത്ഥമായി കുറച്ചു കാലം ചെയ്താൽ മനസ്സിലെ രാഗദ്വേഷാദികൾ നീങ്ങും, ചിത്തശുദ്ധി ഉണ്ടാകും. അങ്ങനെയുള്ള മനസ്സിലെ ശരിയായ ഭക്തി ഉണ്ടാകും. ഭക്തി ഉണ്ടാകാനുള്ള ഉപായമാണ് സത്സംഗം, ഭക്തസമാഗമം, ഭഗവത് കഥാശ്രവണം, നാമസങ്കീർത്തനം മുതലായവ. ഭക്തസമാഗത്തിലേ സാധിക്കൂ ഇതൊക്കെ. കഥാശ്രവണദ്വാര ലഭിക്കുന്ന ഭക്തി ഭഗവാനിലുള്ള പ്രേമഭക്തി തന്നെയാണ്. ഇത് ഒരാളെ മുക്തിയിലേക്ക് നയിക്കും. ഇങ്ങനെ ഭഗവാൻ ഉദ്ധവന് സത്സംഗമഹിമ പറഞ്ഞു കൊടുക്കുന്നു. സ്തുതി കേൾക്കാം. ശ്രീഭഗവാനുവാച നരോധയതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഏവ ച ന സ്വാധ്യായസ്തപസ്ത്യാഗോ ന ഇഷ്ടാപൂർത്തം ന ദക്ഷിണ വ്രതാനി യജ്ഞഛന്ദാസി തീർത്ഥാനി നിയമായമാഹ യഥാ വരുന്ദേ സത്സംഗ സർവസംഗോപഹോ ഹി മാം സത്സംഗേന ഹി ദൈതേയ യാതു ധാനാ മൃഗാ ഖഗാഃ ഗന്ധർവ അപ്സരസോ നാഗാ സിദ്ധാശാരണഗുഹ്യകാഃ വിദ്യാധരാ മനുഷ്യേഷു വൈശ്യാശൂദ്രാ സ്ത്രിയോऽന്ത്യജാഃ രജസ്തമപ്രകൃതയഃ തസ്മിൻ യുഗേ നഘാ ബഹവോ മത്പദം പ്രാപ്താ സ്ത്വാഷ്ടാകായാധവാദയാ വൃഷപർവാ ബലിർബാണോ മയശ്ചാദവിഭീഷണഃ സുഗ്രീവോ ഹനുമാൻ ഋക്ഷോ ഗജോ ഗൃധ്രോ വണിക്പദാ വ്യാധകുബ്ജാ വ്രജേ ഗോപ്യോ യജ്ഞപത്ന്യസ്തദാ പരേ തേനാധീതശ്രുതിഗണാനോപാസിതമഹാത്തമാ അവ്രതാ തപ്തതപസാ സത്സംഗാൻ മാമുപാഗതാഃ കേവലേന ഹി ഭാവേന ഗോപ്യോ ഗാവോ നഗാ മൃഗാ യേന്യേ മൂഢധിയോ നാഗാ സിദ്ധാ മാമീയുരഞ്ജസാ യം ന യോഗേന സാഖ്യേന ദാനവ്രതതപോധ്വരൈഃ വ്യാഖ്യാസ്വാധ്യായ സന്യാസൈ പ്രാപ്നുയാദ്യജ്ഞവാനപി രാമേണ സാർദ്ധം മധുരാം പ്രണീതേ ശ്വാഫൽക്കിനാമയ്യനുരക്തചിത്താഃ വികാഢഭാവേന ന മേ വിയോഗഃ തീവ്രാധയോന്യം ദദൃശുഃസുഖായ താസ്താക്ഷപാ പ്രേഷ്ടതമേന നീതാ മയൈവ വൃന്ദാവനഗോചരേണ ക്ഷണാർദ്ധവത്താ പുനരംഗതാസാം ഹീനാമയാ കൽപ്പസമാബഭൂവുഃ താനാവിദന്മയ്യനുഷംഗബദ്ധാധിയസ്വമാത്മാനമതസ്തദേദം യഥാ സമാധോ മുനയോബ്ധിതോ യേനദ്യ പ്രവിഷ്ടാ ഇവ നാമരൂപേ മത്കാമാരമണം ജാരമസ്വരൂപവിദോ ബലാ ബ്രഹ്മമാം പരമം പ്രാപോ സംഘാശ്ചതസഹസ്രശഃ തസ്മാദുദ്ധവോത്സൃജ്യ ചോദനാം പ്രതിചോദനാം പ്രവൃത്തം ച നിവൃത്തം ച ശ്രോതവ്യം ശ്രുതമേവ ച മാം ഏകമേവ ശരണം ആത്മാനം സർവദേഹിനാം
യാ ഹി സർവാത്മഭാവേന മയാ സ്യാഹുതോ ഭയഃ. സത്സംഗത്താൽ മുക്തി നേടിയവരാണ് വാൽമീകി, വൃത്രാസുരൻ, പ്രഹ്ലാദൻ, വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകൾ. ശ്രീകൃഷ്ണ ആവേശത്താൽ സ്ഥലകാലഭേദം മറന്ന് ഭക്തി നേടിയവരാണ്. ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. യോഗം, സാഖ്യം, ധർമ്മം, തപസ്, സ്വാധ്യായം, ത്യാഗം, ദക്ഷിണ എന്നിവ ഒന്നുകൊണ്ടും തന്നെ എന്നെ കിട്ടത്തില്ല. യാഗങ്ങൾ, മന്ത്രങ്ങൾ, ശൗചങ്ങൾ, തീർത്ഥങ്ങൾ, ഏകാദശി വ്രതങ്ങൾ, യമങ്ങൾ ഇവയൊന്നും സത്സംഗത്തിന് സമമായി എന്നെ വശത്താക്കുന്നില്ല. സത്സംഗം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ് ഇതൊക്കെ. സത്സംഗം കൊണ്ട് പലരും പരമപദവും പ്രാപിച്ചിട്ടുണ്ട്. അവർ വേദമഭ്യസിച്ചില്ല, തപസ്സും വ്രതങ്ങളും ആചരിച്ചില്ല. എന്നിട്ടും ജാംബവാൻ, ഹനുമാൻ, സുഗ്രീവൻ, ഗജേന്ദ്രൻ, കുബ്ജ, ഗോകുലപത്നിമാർ മറ്റനേകരും സാക്ഷാൽ ഈശ്വരനായ എന്നെ പ്രാപിച്ചു. സജ്ജന സമാഗമം കൊണ്ടു മാത്രം. ഗോകുലത്തിൽ ഗോപസ്ത്രീകൾ ജാരനെന്ന ബുദ്ധിയോടെയാണെങ്കിലും എന്നിൽ ഭ്രമിച്ച് സത്സംഗത്താൽ എന്നിൽ ചേർന്നു. അതിനാൽ ഉദ്ധവ, സർവാത്മഭാവത്തോടെ എന്നെ ശരണം പ്രാപിച്ച് ഭീതിയില്ലാതെ ഇരുന്നാലും. ആരുമില്ലെന്നറിഞ്ഞ് എന്നെ ഭജിക്കുന്നവർ എൻ്റെ ഭക്തന്മാരാണ്. എന്നെയും ഭക്തന്മാരെയും പൂജിക്കുക. കിട്ടുന്നതെല്ലാം എനിക്കായി സമർപ്പിച്ച് എൻ്റെ കീർത്തനം പാടുകയും വ്രതം നോൽക്കുകയും ചെയ്യുക. എല്ലാ കർമ്മങ്ങളും എനിക്കായി സമർപ്പിച്ച് ചെയ്യുക. ഇതെല്ലാം അനന്തമായ ഫലങ്ങൾ ഉളവാക്കും. സർവസാക്ഷിയായ എന്നെ ഗദാ, പങ്കജ, ശംഖ, ചക്രധാരിയായി, ചതുഷ്പാണിയായി, ശാന്തരൂപത്തിൽ ഏകാഗ്രചിത്തനായി ധ്യാനം ചെയ്ത് അർച്ചിക്കണം. സത്സംഗത്താൽ ഭക്തിയേറി എൻ്റെ സ്മൃതി വിട്ടുമാറാതെയിരിക്കും. ഭക്തിയോഗവും സത്തുക്കളോടുള്ള സംഗമവും മാത്രമാണ് എന്നിലെത്താനുള്ള ഉത്തമ ഉപായം. സത്തുക്കൾക്കെല്ലാം പ്രാപ്യസ്ഥാനം ഞാൻ തന്നെയാണ്. സത്സംഗത്താൽ കഥാശ്രവണവും നാമസങ്കീർത്തനവും അനുഷ്ഠിച്ചാൽ കർമ്മങ്ങളെല്ലാം അവസാനിച്ച് ഭഗവത് പദത്തിലെത്താം. ഭഗവാന്റെ അവതാര കീർത്തനങ്ങളും നാമജപങ്ങളും നിരന്തരം ശ്രവിച്ചും കീർത്തിച്ചും സത്സംഗത്തോടെ ജീവിക്കുന്ന സജ്ജനങ്ങളെ ആശ്രയിച്ചാൽ ഭഗവാനിൽ എത്തിച്ചേരുവാൻ നിഷ്പ്രയാസം സാധിക്കും. അന്യന്മാരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്നവരും ആരെയും ദ്രോഹിക്കാത്തവനും എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും ശക്തിയുള്ളവനും സത്യത്തെ ബലമായി പിടിക്കുന്നവനും അസൂയാദികൾ തീരെയില്ലാത്തവനും സുഖദുഃഖങ്ങളിൽ സമഭാവനയുള്ളവനും അന്യർക്കുപകാരം ചെയ്യുന്നവനും വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനും പരിശുദ്ധനും മിതമായ ഭക്ഷണമുള്ളവനും ശാന്തത, സ്വധർമ്മനിഷ്ഠ എന്നിവയിൽ മുഴുകിയവനും എന്നെ തന്നെ ശരണം പ്രാപിച്ചവനും സജ്ജനമാകുന്നു. ഭക്തി കൊണ്ട് എല്ലാം ലഭിക്കുമെന്ന് വിശ്വസിച്ച് സർവധർമ്മങ്ങളെയും വിട്ട് എന്നെ ശരണം പ്രാപിക്കുന്നവൻ സജ്ജനമാകുന്നു. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജഃ. ഭഗവത്ഗീത. ഭഗവാന്റെ ഉപദേശം കേട്ടിട്ട്
ഉദ്ധവരുടെ സംശയങ്ങൾ തീരുന്നില്ല. ഭഗവാൻ പറഞ്ഞു, ആധാരചക്രത്തിൽ നിന്ന് ജീവൻ പ്രാണനോടൊത്ത് മൂലാധാരം പ്രവേശിച്ച് ക്രമത്തിൽ സ്ഥൂലരൂപനായി ഭവിക്കുന്നു. ഭഗവാന്റെ വാണിയും ഭഗവാന്റെ വ്യക്തരൂപമാണെന്ന് ഉറപ്പിക്കുക. കാണപ്പെടുന്ന സമസ്ത പ്രപഞ്ചവും സച്ചിദാനന്ദമായ ഭഗവാന്റെ സ്ഥൂലരൂപമാണ്. ആചാര്യ അനുഗ്രഹത്താൽ ആ ഭവവൃക്ഷത്തെ ആര് ശരിയായി അറിയുന്നുവോ അവനാണ് വേദത്തെ മനസ്സിലാക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ.